ലോഗോസ് ബൈബിൾ ക്വിസ് 2025 ഏറെ സ്നേഹത്തോടെ സ്വാഗതം. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 18-ാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങൾ. 18-ാം അധ്യായത്തിലെ വാക്യങ്ങൾ എത്ര? 43. 18-ാം അധ്യായത്തിലെ ഹെഡിങ്ങുകൾ എത്ര, ഏതല്ല? 6 ഹെഡിങ്ങുകളാണ് ഉള്ളത്. 1 ന്യായാധിപനും വിധവയും, 2 ഫരിസേയനും ചുങ്കക്കാരനും, 3 ശിശുക്കളെ ആശീർവദിക്കുന്നു, 4 ധനികനായ മനുഷ്യൻ, 5 പീഡാനുഭവവും ഉത്ഥാനവും, 3-ാം പ്രവചനം, 6 അന്ധന് കാഴ്ച നൽകുന്നു. എന്ത് കാണിക്കാൻ ആണ് യേശു ന്യായാധിപൻ്റെയും വിധവയുടെയും ഉപമ പറയുന്നത്? ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് കാണിക്കാൻ. ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് കാണിക്കാൻ യേശു ചെയ്തത് എന്ത്? ഒരു ഉപമ പറഞ്ഞു. 18:2 കാണുന്ന ന്യായാധിപൻ ആരെ ഭയപ്പെടാത്തവൻ ആയിരുന്നു? ദൈവത്തെ ഭയപ്പെടാത്തവൻ. ആരെ മാനിക്കാത്ത ന്യായാധിപനാണ് 18:2 ഉണ്ടായിരുന്നത്? മനുഷ്യരെ. 18:2 പട്ടണത്തിൽ ഉണ്ടായിരുന്നത് ആര്? ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്ത ഒരു ന്യായാധിപൻ. 18:3 ആ പട്ടണത്തിൽ ന്യായാധിപനെ കൂടാതെ ആര് ഉണ്ടായിരുന്നതായാണ് കാണുന്നത്? ഒരു വിധവ. ന്യായാധിപനോടുള്ള വിധവയുടെ അപേക്ഷ എന്തായിരുന്നു? എതിരാളിക്കെതിരെ അവൾക്ക് നീതി നടത്തിക്കൊടുക്കണം എന്ന്. 18:4 വിധവയുടെ അപേക്ഷ കുറേ നാളത്തേക്ക് ഗൗനിക്കാതിരുന്ന ന്യായാധിപൻ പിന്നീട് ചിന്തിച്ചത് എന്ത്? ഞാൻ ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യുന്നില്ല. എന്തുകൊണ്ട് താൻ അവൾക്ക് നീതി നടത്തിക്കൊടുക്കും എന്നാണ് 18:5 പറയുന്നത്? വിധവ ശല്യപ്പെടുത്തുന്നത് കൊണ്ട്. അല്ലെങ്കിൽ എന്തു സംഭവിക്കും എന്നാണ് 18:5 പറയുന്നത്? അവൾ കൂടെ വന്ന് ന്യായാധിപനെ അസഹ്യപ്പെടുത്തും. 18:6 ന്യായാധിപനെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെ? നീതിരഹിതൻ. 18:6 നീതിരഹിതനായ ന്യായാധിപൻ എന്ന് പറയുന്നത് ആരാണ്? കർത്താവ്. രാവും പകലും കർത്താവിനെ വിളിച്ചു കരയുന്നവർ ആര്? തെരഞ്ഞെടുക്കപ്പെട്ടവർ. രാവും പകലും തന്നെ വിളിച്ച് കരയുന്നവർക്ക് വേണ്ടി ദൈവം എന്തു ചെയ്യുകയില്ലേ എന്നാണ് 18:7 ചോദിക്കുന്നത്. നീതി നടത്തിക്കൊടുക്കുക ഇല്ലേ? അവിടുന്ന് അതിന് കാലവിളംബം വരുത്തുമോ? എന്തിന്? രാവും പകലും തന്നെ വിളിച്ച് കരയുന്ന തൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് നീതി നടത്തിക്കൊടുക്കാൻ. ഞാൻ നിങ്ങളോട് എന്തു പറയുന്നു എന്നാണ് 18:8 യേശു പറയുന്നത്? അവർക്ക് വേഗം നീതി നടത്തിക്കൊടുക്കും എന്ന്. എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ എന്ത് കണ്ടെത്തുമോ എന്നാണ് 18:8 ചോദിക്കുന്നത്. വിശ്വാസം കണ്ടെത്തുമോ? ആര് വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്നാണ് ചോദിക്കുന്നത്? മനുഷ്യപുത്രൻ വരുമ്പോൾ. 18-ാം അധ്യായത്തിൻ്റെ 2-ാം ഹെഡിങ് എന്ത്? ഫരിസേയനും ചുങ്കക്കാരനും. ഫരിസേയൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമ അവൻ ആരോട് പറയുന്നതായിട്ടാണ് 18:9 കാണുന്നത്? തങ്ങൾ നീതിമാന്മാരാണ് എന്ന ധാരണയിൽ തങ്ങളിൽ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്നവരോട്. 18:10 പ്രാർത്ഥിക്കാൻ ദേവാലയത്തിലേക്ക് പോയ 2 പേർ ആരല്ല? ഒരാൾ ഫരിസേയനും മറ്റേയാൾ ചുങ്കക്കാരനും. പ്രാർത്ഥിക്കുമ്പോൾ ഫരിസേയൻ്റെ ശാരീരിക നില എന്തായിരുന്നു? നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. ഫരിസേയൻ പ്രാർത്ഥന തുടങ്ങിയത് എങ്ങനെയാണ്? ദൈവമേ, ഞാൻ നിനക്ക് നന്ദി പറയുന്നു. മറ്റു മനുഷ്യരെല്ലാം ആരാണെന്നാണ് 18:11 ഫരിസേയൻ പറയുന്നത്? അക്രമികൾ,
നീതിരഹിതർ, വ്യഭിചാരികൾ. താൻ ആരെയൊക്കെ പോലെ അല്ല എന്നാണ് ഫരിസേയൻ പറയുന്നത്. അക്രമികളും നീതിരഹിതരും വ്യഭിചാരികളുമായ മറ്റു മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ അല്ല. 18:12 ഫരിസേയൻ ദൈവത്തോട് പറയുന്ന 2 സദ്ഗുണങ്ങൾ ഏവ: 1. ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്നു. 2. സമ്പാദിക്കുന്ന സകലത്തിൻ്റെയും ദശാംശം കൊടുക്കുന്നു. 18:13 ചുങ്കക്കാരൻ എവിടെ നിന്നാണ് പ്രാർത്ഥിക്കുന്നത്? ദൂരെ നിന്ന്. ചുങ്കക്കാരൻ ഏത് കാര്യത്തിനാണ് ധൈര്യപ്പെടാതിരുന്നത്? സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ. എന്ത് ചെയ്തുകൊണ്ടാണ് ചുങ്കക്കാരൻ പ്രാർത്ഥിക്കുന്നത്? മാറത്തടിച്ചുകൊണ്ട്. ദൂരെ നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെ മാറത്തടിച്ചുകൊണ്ട് ചുങ്കക്കാരൻ പ്രാർത്ഥിച്ചത് എന്ത്? ദൈവമേ, പാപിയായ എന്നിൽ കനിയണമേ എന്ന്. ചുങ്കക്കാരൻ എപ്രകാരം വീട്ടിലേക്ക് മടങ്ങി എന്നാണ് 18:14 കാണുന്നത്. ഫരിസേയനേക്കാൾ നീതീകരിക്കപ്പെട്ടവനായി. ചുങ്കക്കാരൻ ഫരിസേയനേക്കാൾ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങാൻ കാരണം എന്ത്? എന്തെന്നാൽ തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും. 18-ാം അധ്യായം 3-ാം ശീർഷകം എന്ത്? ശിശുക്കളെ ആശീർവദിക്കുന്നു. ശിശുക്കളെ ആശീർവദിക്കുന്നു എന്ന പ്രമേയം ലൂക്കാ സുവിശേഷത്തിൽ എവിടെ കാണുന്നു? 18-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 17 വരെയുള്ള 3 വാക്യങ്ങളിൽ. എന്തിനു വേണ്ടിയാണ് 18:15 യേശുവിൻ്റെ അടുക്കൽ ശിശുക്കളെ കൊണ്ടുവന്നത്? അവൻ കൈകൾ വെച്ച് അനുഗ്രഹിക്കേണ്ടതിന്. അവൻ കൈകൾ വെച്ച് അനുഗ്രഹിക്കേണ്ടതിന് ശിശുക്കളെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ ശിഷ്യന്മാർ എന്തു ചെയ്തു? ശിഷ്യന്മാർ അവരെ ശകാരിച്ചു. 18:16 ശിശുക്കളെ തൻ്റെ അടുത്തേക്ക് വിളിക്കുന്നത് ആര്? യേശു. ശിശുക്കളെ എന്ത് അനുവദിക്കാൻ ആണ് യേശു 18:16 പറയുന്നത്? തൻ്റെ അടുത്ത് വരാൻ. അവരെ എന്ത് ചെയ്യരുത് എന്നാണ് 18:16 പറയുന്നത്? തടയരുത്. ശിശുക്കൾ എൻ്റെ അടുത്ത് വരാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്. തുടർന്ന് പറയുന്നത് എന്ത്? എന്തെന്നാൽ ദൈവരാജ്യം അവരെ പോലെയുള്ളവരുടേതാണ്. ആരെ പോലെയാണ് ദൈവരാജ്യം സ്വീകരിക്കേണ്ടത്? ശിശുവിനെ പോലെ. ആരാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലാത്തത്? ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും. 18:17 ആരംഭിക്കുന്നത് എങ്ങനെ? സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. 18-ാം അധ്യായത്തിൻ്റെ 4-ാം ശീർഷകം എന്ത്? ധനികനായ മനുഷ്യൻ. ധനികനായ മനുഷ്യൻ ലൂക്കാ സുവിശേഷത്തിൽ എവിടെയാണ് കാണുന്നത്? 18-ാം അധ്യായം 18 മുതൽ 30 വരെയുള്ള 13 വാക്യങ്ങളിൽ. 18:18 യേശുവിനോട് സംസാരിക്കുന്നത് ആര്? ഒരു അധികാരി. 18:18 അധികാരി യേശുവിനെ സംബോധന ചെയ്യുന്നത് എങ്ങനെ? നല്ലവനായ ഗുരു. 18:18 അധികാരിയുടെ ചോദ്യം എന്ത്? നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം? നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണമെന്ന അധികാരിയുടെ ചോദ്യത്തിന് യേശുവിൻ്റെ മറു ചോദ്യം എന്തായിരുന്നു? എന്തുകൊണ്ടാണ് നീ എന്നെ നല്ലവൻ എന്ന് വിളിക്കുന്നത്? എന്തുകൊണ്ടാണ് നീ എന്നെ നല്ലവൻ എന്ന് വിളിക്കുന്നത് എന്ന് ചോദിച്ച ശേഷം യേശു പറഞ്ഞത് എന്ത്? ദൈവം അല്ലാതെ നല്ലവനായി മറ്റാരുമില്ല. പ്രമാണങ്ങൾ നിനക്കറിയാമല്ലോ എന്ന് പറഞ്ഞ ശേഷം യേശു എത്ര പ്രമാണങ്ങളാണ് പറയുന്നത്? 5 പ്രമാണങ്ങൾ. 18:20 കാണുന്ന 5 പ്രമാണങ്ങൾ ഏവ? 1. വ്യഭിചാരം ചെയ്യരുത്. 2. കൊല്ലരുത്. 3. മോഷ്ടിക്കരുത്. 4. കള്ളസാക്ഷ്യം നൽകരുത്. 5. പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക.
18-21 എഴുതുക. അവൻ പറഞ്ഞു, ചെറുപ്പം മുതലേ ഇവയെല്ലാം ഞാൻ പാലിച്ചിട്ടുണ്ട്. ചെറുപ്പം മുതലേ ഇവയെല്ലാം ഞാൻ പാലിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ അധികാരിയോട് ഇനിയും നിനക്ക് എന്തുണ്ട് എന്നാണ് യേശു പറയുന്നത്. ഒരു കുറവ്. നിനക്ക് ഒരു കുറവുണ്ട് എന്ന് പറഞ്ഞ ശേഷം എന്തു ചെയ്യുക എന്നാണ് യേശു പറയുന്നത്. നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അപ്പോൾ എന്തുണ്ടാകും എന്നാണ് യേശു പറയുന്നത്. സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും. സ്വർഗത്തിൽ നിക്ഷേപമുണ്ടായതിനു ശേഷം എന്തു ചെയ്യുവാനാണ് യേശു പറയുന്നത്? അനന്തരം വന്ന് എന്നെ അനുഗമിക്കുക. നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്ത ശേഷം എന്നെ അനുഗമിക്കുവാൻ പറഞ്ഞത് കേട്ടപ്പോൾ അധികാരിയുടെ പ്രതികരണം എന്തായിരുന്നു? ഇത് കേട്ടപ്പോൾ അവൻ വളരെ വ്യസനിച്ചു. ഇത് കേട്ടപ്പോൾ അവൻ വളരെ വ്യസനിക്കാൻ കാരണം എന്ത്? കാരണം അവൻ വലിയ ധനികനായിരുന്നു. വളരെ വ്യസനിച്ച ധനികനായ അധികാരിയെ നോക്കിക്കൊണ്ട് 18-24 യേശു പറയുന്നത് എന്ത്? സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എത്ര ദുഷ്കരം. 18-25 യേശു പറയുന്നത് എന്ത്? ധനികൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടന്നു പോകുന്നതാണ്. ഒട്ടകത്തിൻ്റെയും സൂചിക്കുഴയുടെയും ഉപമ കേട്ടവർ ചോദിച്ചത് എന്ത്? അങ്ങനെയെങ്കിൽ രക്ഷ പ്രാപിക്കാൻ ആർക്ക് കഴിയും? അങ്ങനെയെങ്കിൽ രക്ഷ പ്രാപിക്കാൻ ആർക്ക് കഴിയും എന്ന് ചോദിച്ചവരോട് യേശുവിൻ്റെ മറുപടി എന്തായിരുന്നു? മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. 18-28 സംസാരിക്കുന്നത് ആര്? പത്രോസ്. ഇതാ ഞങ്ങൾ എങ്ങനെ നിന്നെ അനുഗമിച്ചിരിക്കുന്നു എന്നാണ് പത്രോസ് പറയുന്നത്. സ്വന്തമായവയെല്ലാം ഉപേക്ഷിച്ച്. ദൈവരാജ്യത്തിന് വേണ്ടി എന്തെല്ലാം ഉപേക്ഷിക്കുന്നവരെക്കുറിച്ചാണ് 18-29 പറയുന്നത്. വീട്, ഭാര്യ, സഹോദരന്മാർ, മാതാപിതാക്കൾ, സന്താനങ്ങൾ. ദൈവരാജ്യത്തിന് വേണ്ടി ഉപേക്ഷിക്കേണ്ട എത്ര കാര്യങ്ങളെക്കുറിച്ചാണ് 18-29 പറയുന്നത്? 5 കാര്യങ്ങൾ. എന്തു പറഞ്ഞതിന് ശേഷമാണ് ദൈവരാജ്യത്തിന് വേണ്ടി വീടിനെയോ ഭാര്യയെയോ സഹോദരന്മാരെയോ മാതാപിതാക്കളെയോ സന്താനങ്ങളെയോ ഉപേക്ഷിക്കുന്നവരെക്കുറിച്ച് 18-29 പറയുന്നത്? സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞതിന് ശേഷം 18-29 ആരംഭിക്കുന്നത് എങ്ങനെ? യേശു പ്രതിവചിച്ചു. ദൈവരാജ്യത്തിന് വേണ്ടി എല്ലാം ഉപേക്ഷിച്ചവർക്ക് ഇക്കാലത്ത് ലഭിക്കുന്നത് എന്ത്? അവ അനേക മടങ്ങ് ലഭിക്കും. വരാനിരിക്കുന്ന കാലത്ത് ലഭിക്കുന്നത് എന്ത്? നിത്യജീവൻ. 18-ാം അധ്യായത്തിൻ്റെ 5-ാം ശീർഷകം എന്ത്? പീഡാനുഭവവും ഉത്ഥാനവും 3-ാം പ്രവചനം. പീഡാനുഭവവും ഉത്ഥാനവും 3-ാം പ്രവചനം ലൂക്കാ സുവിശേഷത്തിൽ എവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു? 18-ാം അധ്യായത്തിൻ്റെ 31 മുതൽ 34 വരെ. അവൻ ആരെയാണ് 18-31 അടുത്ത് വിളിക്കുന്നത്? 12 പേരെയും. ഇതാ നമ്മൾ എവിടേക്ക് പോകുന്നു എന്നാണ് പറയുന്നത്? ജെറുസലേമിലേക്ക്. എന്ത് പൂർത്തിയാകും എന്നാണ് 18-31 യേശു പറയുന്നത്? മനുഷ്യപുത്രനെ പറ്റി പ്രവാചകന്മാർ വഴി എഴുതപ്പെട്ടതല്ല. മനുഷ്യപുത്രൻ ആർക്ക് ഏൽപ്പിക്കപ്പെടും എന്നാണ് 18-31 പറയുന്നത്? വിജാതീയർക്ക്. മനുഷ്യപുത്രനെ പറ്റി എഴുതപ്പെട്ടത് ആരു വഴി ആണ്? പ്രവാചകന്മാർ വഴി. 18-32 അനുസരിച്ച് മനുഷ്യപുത്രനെ വിജാതീയർ എന്തെല്ലാം ചെയ്യും? പരിഹസിക്കുകയും അപമാനിക്കുകയും അവൻ്റെ മേൽ തുപ്പുകയും ചെയ്യും. 18-33 അവർ ചെയ്യുന്ന ഏതെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്? പ്രഹരിക്കുകയും വധിക്കുകയും ചെയ്യും. അവർ അവനെ പ്രഹരിക്കുകയും വധിക്കുകയും ചെയ്യും. എന്നാൽ പിന്നീട് എന്ത് സംഭവിക്കും?
മൂന്നാം ദിവസം അവൻ ഉയിർത്തെഴുന്നേൽക്കും. ഇക്കാര്യങ്ങളൊന്നും അവർ ഗ്രഹിച്ചില്ല. കാരണമെന്ത്? ഈ പറഞ്ഞതിൻ്റെ പൊരുൾ അവരിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരുന്നു. അവർ മനസ്സിലാക്കിയതുമില്ല. എന്താണ് മനസ്സിലാക്കാതിരുന്നത്? അവൻ സംസാരിച്ചവ. പീഡാനുഭവവും ഉദ്ധാനവും മൂന്നാം പ്രവചനം എന്ന ശീർഷകത്തിന് കീഴിൽ എത്ര വാക്യങ്ങളുണ്ട്? 4 വാക്യങ്ങൾ. 18-ാം അധ്യായത്തിലെ 6-ാമത്തെ ശീർഷകം എന്ത്? അന്ധന് കാഴ്ച നൽകുന്നു. അന്ധന് കാഴ്ച നൽകുന്നു എന്ന പ്രമേയം ലൂക്കാ സുവിശേഷത്തിൽ എവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു? 18-ാം അധ്യായം 35 മുതൽ 43 വരെ. എപ്പോഴാണ് ഒരു കുരുടൻ വഴിയരികിലിരുന്ന് ഭിക്ഷ യാചിക്കുന്നുണ്ടായിരുന്നു എന്ന് 18:35 കാണുന്നത്? അവൻ ജെറീക്കോയെ സമീപിച്ചപ്പോൾ. അവൻ ജെറീക്കോയെ സമീപിച്ചപ്പോൾ വഴിയരികിലിരുന്ന് ഭിക്ഷ യാചിക്കുന്നുണ്ടായിരുന്നത് ആര്? ഒരു കുരുടൻ. 18:36 വഴിയരികിലിരുന്ന കുരുടൻ കേട്ട ശബ്ദം എന്ത്? ജനക്കൂട്ടം കടന്നു പോകുന്ന ശബ്ദം. ജനക്കൂട്ടം കടന്നു പോകുന്ന ശബ്ദം കേട്ട അവൻ അന്വേഷിച്ചത് എന്ത്? എന്താണ് സംഭവിക്കുന്നത് എന്ന്. 18:37 എഴുതുക. നസറായനായ യേശു കടന്നു പോകുന്നു എന്ന് അവർ പറഞ്ഞു. നസറായനായ യേശു കടന്നു പോകുന്നു എന്ന് അവർ പറഞ്ഞപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞത് എന്ത്? ദാവീദിൻ്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. 18:39 നിശബ്ദനായിരിക്കാൻ പറഞ്ഞ് അവനെ ശകാരിച്ചത് ആര്? മുൻപേ പൊയ്ക്കൊണ്ടിരുന്നവർ. മുൻപേ പൊയ്ക്കൊണ്ടിരുന്നവർ എന്തു പറഞ്ഞാണ് അവനെ ശകാരിച്ചത്? നിശബ്ദനായിരിക്കാൻ പറഞ്ഞ്. മുൻപേ പോയിക്കൊണ്ടിരുന്നവർ നിശബ്ദനായിരിക്കാൻ പറഞ്ഞ് അവനെ ശകാരിച്ചു. എങ്കിലും അവൻ ചെയ്തത് എന്ത്? അവനാകട്ടെ കൂടുതൽ ഉച്ചത്തിൽ ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ എന്ന് നിലവിളിച്ചുകൊണ്ടിരുന്നു. അവൻ കൂടുതൽ ഉച്ചത്തിൽ ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ എന്ന് നിലവിളിച്ചുകൊണ്ടിരുന്നപ്പോൾ യേശു എന്തു ചെയ്തു? യേശു അവിടെ നിന്നു. യേശു അവിടെ നിന്ന് എന്താണ് കൽപ്പിച്ചത്? അവനെ തൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ കൽപ്പിച്ചു. അവൻ അടുത്ത് വന്നപ്പോൾ 18:41 യേശു ചോദിക്കുന്നത് എന്ത്? ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് എന്ന് യേശു ചോദിച്ചത് എപ്പോൾ? അവൻ അടുത്തു വന്നപ്പോൾ. ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് എന്ന യേശുവിൻ്റെ ചോദ്യത്തിന് കുരുടൻ്റെ മറുപടി എന്തായിരുന്നു? കർത്താവേ, എനിക്ക് കാഴ്ച വീണ്ടു കിട്ടണം. 18:41 കുരുടൻ യേശുവിനെ സംബോധന ചെയ്യുന്നത് എന്ത്? കർത്താവേ എന്ന്. കർത്താവേ, എനിക്ക് കാഴ്ച വീണ്ടു കിട്ടണമെന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞത് എന്ത്? നിനക്ക് കാഴ്ചയുണ്ടാകട്ടെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നിനക്ക് കാഴ്ചയുണ്ടാകട്ടെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് യേശു പറഞ്ഞ ക്ഷണത്തിൽ സംഭവിച്ചത് എന്ത്? അവന് കാഴ്ച ലഭിച്ചു. കാഴ്ച ലഭിച്ചപ്പോൾ അവൻ ചെയ്തത് എന്ത്? ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് യേശുവിൻ്റെ പിന്നാലെ പോയി. അന്ധനെ സുഖപ്പെടുത്തിയ സംഭവം കണ്ട എല്ലാവരുടെയും പ്രതികരണം എന്തായിരുന്നു? ഇത് കണ്ട് എല്ലാവരും ദൈവത്തെ സ്തുതിച്ചു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് കാണുന്ന വാക്യങ്ങൾ ഏവ? 18-ാം അധ്യായത്തിൻ്റെ 17-29 വാക്യങ്ങൾ. എല്ലാവരും സുവിശേഷ ഭാഗങ്ങളും ചോദ്യോത്തരങ്ങളും ശ്രദ്ധയോടെ പഠിക്കുക. എല്ലാവർക്കും പഠിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബെസ്റ്റ് വിഷസ്. ഗോഡ് ബ്ലസ് യു.